الرجيم بسم الله الرحمن الرحيم متاعا لكم ولأنعامكم يوم يفر المرء من أخيه وأمه وأبيه وصاحبته وأخيه لكل امرئ منهم يومئذ شأن يعنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരായ എൻ്റെ സ്റ്റേജിലിരിക്കുന്ന KNM ജില്ലാ മണ്ഡലം നേതാക്കളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ദീനീ സ്നേഹികളെ, സഹോദരിമാരെ, എൻ്റെ ശബ്ദം മാറി നിന്ന് ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ വെച്ച് തന്നെ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ലേബലിൽ ഇവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കുന്ന ഉനൈസ് പാപ്പിനിശ്ശേരി തന്നെ തൗഹീദാണ് പ്രധാനം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശാലമായ പഠനാർഹമായ ഒരു പ്രസംഗം ഇവിടെ നടത്തിയിരുന്നു. അതിനുശേഷം കോട്ടപ്പള്ളിയിലും സമീപ പ്രദേശത്തുമായി ബിദ്അത്ത് വളരെ ഗൗരവമുള്ളതാണ് എന്ന ടൈറ്റിലിൽ കോട്ടപ്പള്ളി യൂണിറ്റ് മുജാഹിദ് പ്രസ്ഥാനം തന്നെ വിവിധ പരിപാടികൾ നടത്തുകയും ചെയ്തു. പിന്നീട് ഇവിടേക്ക് നിങ്ങളെ വീണ്ടും എന്തിനാണ് ഈ റമദാൻ അടുത്ത സമയം തന്നെ വീണ്ടും സ്വാഗതം ചെയ്തത് എന്ന് ചോദിച്ചാൽ, നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ കലർപ്പില്ലാതെ വൈകല്യങ്ങൾ വിശ്വാസങ്ങളിൽ കലർന്നു പോകാതെ, അതേപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകളിൽ കർമ്മങ്ങളിൽ ബിദ്അത്തുകളിൽ വന്നു പോകാതെ നാം മരിച്ചു പോകുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകർ ഇവിടെ ഇത്തരം പരിപാടികൾ വീണ്ടും വീണ്ടും സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രഭാഷണം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കണം, വിലയിരുത്തണം. വല്ല വിശ്വാസ വൈകല്യങ്ങളും നമ്മുടെ ഈമാനിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പാരമ്പര്യമില്ലാത്ത ഏതെങ്കിലും കർമ്മങ്ങൾ ബിദ്അത്തുകളായി നമ്മുടെ കർമ്മങ്ങളിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് ശുദ്ധമായ തൗഹീദോടുകൂടെ നമുക്ക് മരിച്ചു പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇത്തരം പരിപാടികൾ ആവർത്തിച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്ന സത്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാതെ സംഘടനയുണ്ട് എന്ന് അറിയിക്കാനോ
അല്ലെങ്കിൽ കേരള അനുദൂത്ര മുജാഹിദിന്റെ ഇവിടെ കോട്ടപ്പള്ളി വളർച്ചയുണ്ടെന്ന് അറിയിക്കാനോ ഒന്നുമല്ല. ഇത് മാത്രമാണ് ഇതിന്റെ സംഘാടകരെ ഇത് സംഘടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്സാഹവും ആവേശവും ഇത് മാത്രമാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. വിശ്വാസികൾക്ക് ആവേശവും ഊർജവും ആഹ്ലാദവുമുള്ള ദിവസങ്ങൾ. മാസങ്ങളോളമായി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, രജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുകയും ഞങ്ങളെ റമദാനിലേക്ക്, അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ മാസമായ തൗബയുടെ മാസമായ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് വിശ്വാസികളിലേക്ക് റമദാൻ കടന്നു വരികയാണ്. അവൻ ആഹ്ലാദത്തിലാണ് എന്ന് പറയുന്നത് കൊണ്ട് മറ്റൊന്നുകൊണ്ടുമല്ല. അവൻ ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ആ പാപക്കറ തീർക്കാൻ ഇതിനേക്കാൾ നല്ല മഹത്തരമായ ഒരു ദിനരാത്രങ്ങൾ അവരിലേക്ക് വരാനില്ല എന്ന് അവനിക്കറിയാം. അത് മാത്രമല്ല, പകലന്തിയോളം പട്ടിണി കിടന്നുകൊണ്ട് സൃഷ്ടിച്ച സിട്ടാവിന്റെ മുമ്പിൽ പകലന്തിയോളം പട്ടിണി കിടക്കുമ്പോൾ അവൻ സന്തോഷവാനാണ്. അതിനേക്കാൾ കൂടുതൽ ക്ഷീണിച്ച ശരീരവുമായിട്ട് രാത്രി വളരെ നേരം ദീർഘനേരം നിന്ന് നമസ്കരിക്കുമ്പോൾ അതിൽ അവൻ ആനന്ദം കണ്ടെത്തുകയാണ്. അങ്ങനെ ക്ഷീണിച്ച മനസ്സുമായി ക്ഷീണിച്ച ശരീരവുമായി അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോൾ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികൾ പള്ളിയിൽ ഈത്തിക്കാതിരുന്നുകൊണ്ട് വീണ്ടും ശരീരത്തെ മറന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പ്രതിജ്ഞയെടുത്ത് നിൽക്കുന്ന ഈ അവസരത്തിൽ കലർപ്പില്ലാത്ത വിശ്വാസവുമായിട്ട്, അതേപോലെ തന്നെ കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കർമ്മങ്ങളെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂ എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് റമദാനിനെ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് ഇത്തരം പ്രഭാഷണം ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മുജാഹിദ് നേതാക്കളെ ഒന്നാമതായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഇവിടെ മുഖ്യപ്രഭാഷണത്തിന് വളരെ ദൂരത്ത് നിന്ന് നേരത്തെ തന്നെ ഇവിടെ ചേർന്നിരിക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ ഉനൈസ് പാപ്പിനിശ്ശേരിയെ ഞാൻ ഇതിനു വേണ്ടി, ഈ യോഗത്തിന് വേണ്ടി കോട്ടപ്പള്ളി യൂണിറ്റ് KNM വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന മുഴുവനും സഹോദരി സഹോദരന്മാരെയും ദീനീ സ്നേഹികളെയും എന്റെ ശബ്ദം മാറി നിന്ന് ശ്രവിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട കേരള അനുദൂത മുജാഹിദിന്റെ തിരുവള്ളൂർ മണ്ഡലം പ്രസിഡന്റ് TK കുഞ്ഞഹമ്മദ് മാഷ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയനായ പണ്ഡിതൻ ഉനൈസ് പാപ്പിനിശ്ശേരി, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ഫൈസൽ മാഷ്, KV മൂസ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വേറെ ഒരു വയസ്സ് പൂർത്തിയായി എന്ന് അവകാശപ്പെടുന്ന കോട്ടപ്പള്ളിയിലെ KNM യൂണിറ്റ് അതിന്റെ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി 2ാം വർഷവും ഉനൈസ് പാപ്പിനിശ്ശേരിയെ പോലെയുള്ള ഒരു വലിയ പണ്ഡിതനെ കൊണ്ട് ഇവിടെ പ്രഭാഷണം നടത്തുകയാണ്. കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ നിർബന്ധിതമായ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിയുമായിട്ട് KNM കോട്ടപ്പള്ളി യൂണിറ്റ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധവും പരിപാവനമായ ദീൻ ഇസ്ലാമിന്റെ പേരിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളും അതുപോലത്തെ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൊടികുത്തി വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അരുത് എന്ന് പറയാനും അതേ അവസരത്തിൽ ദീനിന്റെ ശരിയായ ഭാഗം, ഇതാണ് ശരിയായ മുഖം, ദീനിന്റെ സുന്ദരമായ മുഖം ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടാനും വേണ്ടിയാണ് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ദീനീ പ്രവർത്തന രംഗം
വളരെയധികം വ്യവസായവൽക്കരണം അല്ലെങ്കിൽ വ്യാപാരവൽക്കരണം നടത്തിക്കൊണ്ട് പണത്തിന് വേണ്ടി എന്തും ചെയ്തുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. നമുക്കറിയാം, നമ്മുടെ മതരംഗങ്ങളിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ കലാപരിപാടികൾ, ഞാൻ അതിനെക്കുറിച്ച് ഓരോന്നോരോന്ന് എണ്ണിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് മാധ്യമങ്ങളിലൂടെയും അതുപോലെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിലൂടെയൊക്കെ ഒരു വേള ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്തുണ്ടായിരിക്കുന്ന ചേതോവികാരങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് വരച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യതയുള്ള ഒരു സമൂഹം എന്ന നിലക്കാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദ് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളെ സംഘടിപ്പിക്കുന്നത്. ഞാൻ എന്റെ ആമുഖ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദരണീയനും ബഹുമാന്യനുമായ ഉനൈസ് പാപ്പിൻശ്ശേരി അവരുകളെ നിങ്ങൾ അഭിമുഖിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിനയപുരസ്സരം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും